കൊച്ചി കോർപ്പറേഷനിൽ ടിപ്പർ ലോറിയിൽ മാലിന്യം നീക്കം ചെയ്യാനുള്ള ടെൻഡർ നടപടികളിൽ അട്ടിമറി നടന്നുവെന്ന് ആരോപണം. കഴിഞ്ഞ 5 തവണ ടെൻഡർ വിളിച്ചിട്ടും അത് റദ്ദാക്കി പഴയ കരാറുകാരനെ തന്നെ നിലനിർത്തുകയാണെന്നാണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് വിജിലൻസിലും ഹൈക്കോടതിയിലും പരാതി നിലനിൽക്കുന്നുണ്ട്. വർഷം തോറും 3 കോടിയിലധികം രൂപയാണ് ടിപ്പർ ലോറിയിൽ മാലിന്യം നീക്കം ചെയ്യുന്ന കരാറിൽ മറിയുന്നത്. ഇതിനുള്ള ടെൻഡർ നടപടികളിൽ ക്രമക്കേടുണ്ടെന്നാണ് നിലവിലെ ആരോപണം. 2021 MA താഹെ എന്നയാൾക്ക് അവസാനമായി ടെൻഡർ നടപടി പൂർത്തിയാക്കി കരാർ നൽകിയത്. 2022 കരാർ അവസാനിച്ചെങ്കിലും കോർപ്പറേഷൻ സെക്രട്ടറിയും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ചേർന്ന് 2024 വരെ കരാർ നീട്ടു നൽകിയെന്നാണ് ആക്ഷേപം. പരാതി വ്യാപകമായതോടെ പുതിയ ടെൻഡർ വിളിച്ചു. എന്നാൽ ടെൻഡർ താഹയ്ക്ക് ലഭിക്കാതായതോടെ 5 തവണ തുടർച്ചയായി നടപടികൾ റദ്ദു ചെയ്തെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിജിലൻസിലും ഹൈക്കോടതിയിലും പരാതിയെത്തി. ഈ ടെൻഡർ ചെയ്യുന്ന കരാറുകൾ എന്തുകൊണ്ടാണ് ഇത്തരം ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന അലംഭാവം കാരണം ഈ ടെൻഡറുകൾ ക്യാൻസൽ ചെയ്യേണ്ട രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ടി വരുമ്പോൾ അത് ആരെ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ള ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഹിഡൻ അജണ്ടയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതേസമയം ഉദ്യോഗസ്ഥരും ഭരണപക്ഷവും ചേർന്ന് ടെൻഡർ നടപടികൾ അട്ടിമറിക്കുന്നത് ചൂണ്ടിക്കാട്ടി കൊച്ചി കോർപ്പറേഷനിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. 24 കൊച്ചി. കുറേ പ്രേക്ഷകർ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. റയാൻ മോൻ്റെ ചികിത്സയ്ക്ക് പണമില്ല. 4.5 വയസ്സുള്ള റയാൻ മോൻ ബ്ലഡ് ക്യാൻസറാണ്. മജ്ജ മാറ്റി വയ്ക്കാൻ 45 ലക്ഷം രൂപ വേണം. കോഴിക്കോട് ആസ്ട്ര മിംസിലാണ് ചികിത്സ. സുമനസ്സുകളുടെ സഹായം വേണം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ബ്യൂറോയുടെ ഈ കാര്യം പറഞ്ഞൊരു വാർത്ത ചെയ്യാം. സുമനസ്സുകൾക്ക് സഹായിക്കാം. വിശദാംശങ്ങൾ നമ്മുടെ ആളുകൾ തന്നെ അന്വേഷിക്കും.